മക്കളെ, ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ പതിവ് പോലെ ഒലുമലയിലേക്ക് പുറപ്പെട്ടു. എന്താ ഒലുമലയുടെ പ്രത്യേകത? That is a place of submission. That is a place of prayer. That is a place of ascension. ഒലുമലയ്ക്കകത്ത് ഒരു ഒലിവിങ്ക ചതയുന്നത് പോലെ പൊടിഞ്ഞ ഒരു പുത്രനെ നിങ്ങൾ കാണുന്നോ? ഒലിവിങ്ക ചതയുന്നത് പോലെ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ശാപവും ശരീരത്തിൽ വഹിച്ച് വിയർപ്പ് പൊടിയുന്നത് പോലെ രോമകൂമങ്ങളിൽ നിന്ന് ചെറിയ വെയിനുകൾ പൊട്ടി അതിനകത്ത് നിന്ന് ബ്ലഡ് പുറത്തു വന്ന് വലിയ പ്രഷർ കയറി നിൽക്കുന്ന ഒരു പുത്രനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു. തമ്പുരാന്റെ മുമ്പിൽ നെടുമ്പാട് വീണിട്ട് ശിഷ്യന്മാർ മുഴുവൻ തന്നെ വിട്ട് ഓടിപ്പോകുമ്പോഴും ദൈവസന്നിധിയിൽ മുട്ടയിൽ നിന്ന് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്ന ദൈവപുത്രനെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? ഒരു ഒലിവുങ്ക ചതയുന്നത് പോലെ ഒലുമലയിൽ അവൻ തകർന്നെങ്കിൽ, ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ട്, വാക്കുകൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് ഒലുമലയിൽ തകർക്കപ്പെട്ടവൻ അതേ ഒലുമലയിൽ നിന്നാണ് മുകളിലേക്ക് പോയതെന്ന് സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? യേശു സ്വർഗാരോഹണം ചെയ്തത് ഒലുമലയിലാണ്. ദൂതന്മാരുടെ പ്രത്യക്ഷത ശിഷ്യന്മാർക്കുണ്ടായത് ഒലുമലയിലാണ്. നിനക്ക് വിശ്വസിക്കാമോ? നീ തകർന്നെടുത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. നിന്റെ മലകളെ ഉയർപ്പുകളാക്കുന്ന, നിന്റെ സബ്മിഷനെ അസെൻഷനാക്കുന്ന, നിന്റെ താഴ്ചകളെ ഉയർച്ചകളാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാമോ? നീ തകർന്ന് വീണെടുത്ത് നിന്ന് ആരും നിന്നെ സഹായിക്കാനില്ല എന്ന് നീ പറഞ്ഞെടുത്തു നിന്ന് മനുഷ്യ സഹായങ്ങളില്ലാതെ, വ്യക്തികളുടെ പരസഹായങ്ങളില്ലാതെ നിന്റെ സമയമാകുമ്പോൾ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമോ?